നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 23-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-ാം തീയതി പൊതു അവധി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വ്യാഴാഴ്ച നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരം പൊതു അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വാണിജ്യ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അടക്കം എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും അന്ന് ലഭിക്കുക. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം എല്ലാ സ്വകാര്യ സംരംഭങ്ങൾ, അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഈ അവധി ബാധകം. എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധി നൽകണം. നിയോജക മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ദിവസവേതന തൊഴിലാളികൾക്കും ശമ്പളത്തോടു കൂടി അവധി നൽകണം. താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. തന്നെ പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 23 ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും ഏപ്രിൽ 29 രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് മാസം 4-ാം തീയതി ആയിരിക്കും നടക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടനുബന്ധിച്ചുകൊണ്ട് പുതിയ ആദായനികുതി നിയമങ്ങളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുന്ന പരിധി നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. ചെറിയ ഇടപാടുകൾ ഒഴിവാക്കി വലിയ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ധനമന്ത്രാലയത്തിൻ്റെ നീക്കം. വാഹനങ്ങൾ വാങ്ങുമ്പോഴുള്ള പാൻ കാർഡ് നിബന്ധനകളിലും മാറ്റമുണ്ട്. ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ മാത്രം പാൻ കാർഡ് നൽകിയാൽ മതിയാകും. നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഏത് വാഹനത്തിനും പാൻ കാർഡ് വേണമെന്നായിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം ഇരുചക്ര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയെന്ന പരിധി ബാധകമായിട്ടുണ്ട്. പഴയ ആദായ നികുതി സ്കീമിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസിനുള്ള നികുതി ഇളവ് ആ പരിധിയിൽ വലിയ വർധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. നിലവിൽ ഒരു കുട്ടിക്ക് പ്രതിമാസം 100 രൂപയായിരുന്ന ഇളവ് ഇനി മുതൽ 3000 രൂപയായിരിക്കും. പരമാവധി 2 കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. കൂടാതെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ബില്ലുകൾ, ബാങ്ക്വറ്റ് ഹാൾ ചെലവുകൾ, ഇവന്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയുടെ പാൻ കാർഡ് പരിധി അത് 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ബാങ്കിലും പോസ്റ്റ് ഓഫീസിലുമുള്ള നിക്ഷേപങ്ങളിലും പിൻവലിക്കലുകളിലും ഇനി മുതൽ പ്രതിദിന കണക്കിന് പകരമായിട്ട് ഒരു സാമ്പത്തിക വർഷത്തെ ആകെ തുകയാകും പരിഗണിക്കുക. ഒരു വർഷത്തെ ആകെ ഇടപാട് 10 ലക്ഷം രൂപ കടന്നാൽ മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. വാടകയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും പ്രധാന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രതിവർഷം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാടക നൽകുന്നവർ ഉടമയുടെ പാൻ നമ്പർ നിർബന്ധമായിട്ടും നൽകുകയും ഉടമയുമായിട്ട് വാടകക്കാരന് ബന്ധമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുകയും വേണം. അതേസമയം വീട്ടുവാടക അലവൻസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് HRA അതുമായി ബന്ധപ്പെട്ട 50% നികുതി ഇളവിന് അർഹമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ബംഗളൂരു, പൂനെ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ നഗരങ്ങളിലുള്ളവർക്ക് മാത്രമായിരുന്നു ഈ ഒരു ഇളവ് ലഭിച്ചിരുന്നത്. ഇനി ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങളില്ല. ഒരു സാമ്പത്തിക വർഷം 50,000 രൂപയ്ക്ക് മുകളിൽ പ്രീമിയം അടയ്ക്കുന്നവർ മാത്രം പാൻ കാർഡ് നൽകിയാൽ മതിയെന്ന നിലവിലത്തെ വ്യവസ്ഥ തന്നെ പുതിയ ചട്ടത്തിലും തുടരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രീമിയം പെട്രോളിൻ്റെ വില വർധനവിന് പിന്നാലെ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടിയാൽ എണ്ണ കമ്പനികൾ വില വർധനവിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടെ രൂപയുടെ മൂല്യത്തിൻ്റെ റെക്കോർഡ് തകർച്ച തുടരുന്നതും വിലക്കയറ്റത്തിന് വഴിയൊരുക്കും. കഴിഞ്ഞ ദിവസമാണ് പ്രീമിയം പെട്രോളിൻ്റെ വിലയിൽ പൊതുമേഖല എണ്ണ കമ്പനികളൊക്കെ തന്നെ വർധനവ് വരുത്തിയത്. ഇൻഡസ്ട്രിയൽ ഡീസലിൻ്റെ വിലയിൽ 22 രൂപയുടെയും വർധനവായിരുന്നു വരുത്തിയത്. അതേസമയം ക്രൂഡ് ഓയിൽ വില ഇനിയും വർദ്ധിച്ചാൽ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ക്രൂഡ് ഓയിൽ വിലയിൽ 64% വർധനവ് വന്നതോടെ നിലവിൽ ഒരു ബാരലിൻ്റെ വില $120 എത്തിയിട്ടുണ്ട്. ബാരലിന് $150 എത്തിയാൽ സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. LPG പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇത് തള്ളിവിടും. ഇനിയും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ LPG വിതരണത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ കാരണം സിലിണ്ടറുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധിയിലൊക്കെ തന്നെ പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു സിലിണ്ടർ ലഭിച്ച് 45 ദിവസത്തിന് ശേഷവും നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസത്തിനും ശേഷവും മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാർച്ച് മാസത്തിൽ സിലിണ്ടർ വിലയിൽ 60 രൂപയുടെ വർധനവ് ഉണ്ടായതിനെ തുടർന്ന് നിലവിൽ 922 രൂപയാണ് ഈടാക്കുന്നത്. ഇതുകൂടാതെ താമസ സ്ഥലത്തേക്കുള്ള ദൂരപരിധി അനുസരിച്ച് നിശ്ചിത തുക ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ടും നൽകേണ്ടി വരും. പാചകവാതകത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവ് പരിഗണിച്ച് നിശ്ചിത ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപഭോക്താക്കൾ കൃത്യസമയത്ത് തന്നെ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വൈകി ബുക്ക് ചെയ്യുന്നത് വഴി ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കാൻ എല്ലാവരും തന്നെ ഇക്കാര്യം ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. സർക്കാരിൻ്റെ പ്രധാന ഉത്തരവുകൾ വന്നിരുന്നു. ആദ്യ ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണം മാർച്ച് 25-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. മാർച്ച് മാസത്തിലെ ധനസഹായമാണിത്. ഇതിന് പിന്നാലെ മാർച്ച് 31 മുതൽ അടുത്ത ഗഡുവിൻ്റെ വിതരണവും ഉണ്ടായിരിക്കും. അത് ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ തുക അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിതരണ ഉത്തരവ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ കാലയളവിൽ ആകെ 4000 രൂപയോളമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഏപ്രിൽ മാസം ലഭിക്കേണ്ട വിഹിതം മുൻകൂറായിട്ട് നൽകുന്നതിനാൽ തന്നെ ഏപ്രിൽ അവസാന വാരത്തിൽ പ്രത്യേക പെൻഷൻ വിതരണം ഉണ്ടായിരിക്കില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരും ആഴ്ചകളിൽ തന്നെ ഈ തുക അത് ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ അക്കൗണ്ടുകളിലേക്കും നേരിട്ടും എത്തിച്ചേരുന്നതാണ്. ഏകദേശം 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഗഡുക്കൾ കൂടി ലഭിക്കാൻ അർഹതയുണ്ട്. 200 മുതൽ 500 രൂപ വരെ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അത് കൃത്യമാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തുക മുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതിയുള്ളവരൊക്കെ തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടവർക്കുള്ള തുകയും നിലവിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇനി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ തുകയും ഉടൻ തന്നെ കുടിശ്ശിക എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ്. 9600 രൂപയോളമാണ് കുടിശ്ശിക ഇനത്തിൽ നമുക്ക് ലഭിക്കുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തിലെ വിതരണവും ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അത് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയറ്, വൻപയറ്, കടല, ശർക്കരപ്പൊടി, അതോടൊപ്പം തന്നെ ശബരിയുടെ പായസം മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ വിഷു കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്കും ഏപ്രിൽ 1 മുതൽ സപ്ലൈകോ വഴി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒഴികെ ബാക്കിയുള്ളിടങ്ങളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡീം ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഞായറാഴ്ച മാർച്ച് 22-ാം തീയതി ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ അതേ നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. പവന് 1,07,040 രൂപ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഗ്രാമിന് 13,380 രൂപ എന്ന നിലയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.